എല്ലാ മലബാർ ടൈംസ് പ്രേക്ഷകർക്കും ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ് ഇസ്ലാം ക്വിസിലേക്ക് സ്വാഗതം. നമ്മൾ റംസാൻ ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോവുകയാണ്. ഇപ്പോൾ ഏകദേശം പകുതി കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, അവസാനത്തെ 10ലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് അവസാനത്തെ 10ലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ഇബാദത്ത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയവും പടച്ചോണ്ടിലേക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ്, പ്രത്യേകിച്ച് ആ ഒരു ദിവസത്തിലെ ഒറ്റ രാവുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് രാത്രി തന്നെ തഹജ്ജുദ് നിസ്കാരങ്ങളും ഖിയാമുൽ ലൈൽ നിസ്കാരങ്ങളൊക്കെ ആയിട്ട് പള്ളിയിൽ 24 മണിക്കൂർ നിസ്കാരങ്ങളും അതുപോലെ തന്നെ ഇബാദത്തിലായിട്ട് മുഴുവൻ സമയം എല്ലാവരും സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. ഞാനിതിൽ പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ആളുകളും ഡ്രസ്സ് എടുക്കുന്ന സമയമാണ് ഈ സമയത്ത്. അത് നിങ്ങൾ കുറച്ചുകൂടി നേരത്തെയാക്കി ആ ഒരു സമയം മാക്സിമം ഇബാദത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ് ഇസ്ലാം ക്വിസിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. ക്വിസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പേരെന്താ? പേര് മുഹമ്മദ്. സ്ഥലം? വൈകുന്നേരം. എന്താ ചെയ്യുന്നത് ഇപ്പോൾ? ഇപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വിശ്രമമാണ്. അത് ജോലിയൊന്നുമില്ല. ആയി കഴിഞ്ഞാൽ ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കും. പേപ്പർ വന്നിരുന്ന് വീട്ടിലേക്ക് പോകാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് പേപ്പർ ഉണ്ടോയെന്ന് നോക്കിയില്ല. അപ്പോൾ ഒന്ന് ലേശം ഖുർആൻ ഓതാന്നില്ല, നടക്കുന്നൊന്ന് അറിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ എന്നല്ല. അപ്പോൾ എന്താ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി നോക്കിയ അവസാനം ഇപ്രാവശ്യത്ത് അവസാനം കുഴപ്പമില്ല. ഇപ്പോൾ ഇതുവരെ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ദിവസം ചൂടൊക്കെ ഉണ്ട്, വെയിലൊക്കെ ഉണ്ട്. കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ് റംസാൻ്റെ? കുട്ടിക്കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വെയിൽക്കാലത്താണെങ്കിൽ നല്ല കുറച്ച് ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മഴക്കാലമാകുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മളിപ്പോൾ തറാവിയൊക്കെ പോകുന്നതും നോമ്പ് തുറക്ക് അധികവും പള്ളിയിലായിരിക്കും, വീട്ടിൽ കുറവായിരിക്കും അല്ലേ? അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ പഴയ നൊസ്റ്റാൾജിക്ക്? പഴയ കാലത്ത് അധികം വീട്ടിലായിരുന്നു നോമ്പ് തുറണ്ടായിരുന്നു. ഇപ്പം അധികം പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് അവിടെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ ഉള്ളത്. റംസാൻ ഇപ്പോൾ അവസാനിക്കാറായല്ലോ അല്ലേ? ഇനിയിപ്പോൾ പകുതി കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. എങ്ങനെയുണ്ട് ഈ ഇത്രയും ദിവസങ്ങൾ നോക്കുമ്പോഴും വിചാരിച്ച പോലെ തന്നെ ഇബാദത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഹയറായിട്ട് നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റിയിട്ട് റംസാൻ്റെ മുന്നത്തേക്കാട്ടിയും വളരെ സുഖമാണ് ഇപ്പോൾ. മറ്റേ റംസാൻ്റെ മുന്നേ ആകുമ്പോൾ എനിക്കൊരു 10-11 മണിക്കൊക്കെ വളരെ ക്ഷീണം വരും. രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഒരു പ്രശ്നമില്ല, വളരെ സുഖമാണ്. ഒരു രോഗവും അങ്ങനെ അതിനെപ്പറ്റി യാതൊരു റംസാനെ പറ്റി വളരെ സുഖമായിട്ടാണ് കാണുന്നത്. ചിന്തിക്കാൻ തന്നെ തോന്നുന്നില്ലല്ലോ. മറ്റേ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കഴിച്ച് എന്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ ചിന്തകളായിരിക്കും മനസ്സിൽ. ഇപ്പം അതൊന്നും ഇല്ല അല്ലേ? ഇപ്പം മനസ്സിൽ ഫുള്ളും ഇബാദത്ത് ചെയ്യാം അതിനോടുള്ള ഒരു സമീപനം മാത്രം. അത് മാത്രമേ അങ്ങനത്തെ 10 രാത്രി ഖിയാമുൽ ലൈൽ നിസ്കാരമൊക്കെ, അതൊക്കെ പങ്കെടുക്കാറുണ്ടോ രാത്രി? പ്രാവശ്യം എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം പള്ളിയിൽ രാത്രി 10 ദിവസം പള്ളിയിൽ കേൾക്കണം രാത്രി എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കേക്ക് പോലെ തന്നെ എല്ലാവർക്കും അതുപോലെ ചെയ്യട്ടെ എന്ന്, അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മരണപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വയസ്സായിരുന്നു? അത് വയസ്സ് എത്ര ആണെന്നുള്ള കൃത്യം പറയാൻ കഴിയില്ല. കുട്ടിക്കാല റസൂല് ചെറിയ കുട്ടിയാണ്, മുല കുടിക്കുന്ന ആളെന്നാണ്. അപ്പം എത്രയാണ് വയസ്സ് എന്നുള്ളത് എനിക്ക് കൃത്യം പറയാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞു നോക്കി നോക്ക്. റസൂല് അന്ന് മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്താണ്. അങ്ങനെ പിന്നെ വേറെ ആളാണെന്ന് പാല് കൊടുത്തിട്ടുള്ളത്. അതേ ഉള്ളൂ. എത്ര വയസ്സാണെന്ന് കൃത്യം പറയാൻ പറ്റില്ല. എന്തായാലും സന്തോഷം റംസാനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നതിന്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇനിയുമുള്ള ദിവസങ്ങളിലും റംസാനിൽ കൂടുതൽ ഇബാദത്തുകൾ എടുക്കാൻ പടച്ചവൻ അനുഗ്രഹം നൽകട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊതുവേ ഈ വർഷം പിന്നെ റമദാനിലൊക്കെ യുവതലമുറയ്ക്ക് ദീനുമായിട്ട് വളരെ അടുപ്പങ്ങളുണ്ട്, ആത്മീയതയിലൊക്കെ വളരെ മുന്നോട്ടുണ്ട്. തറാവീഹിലൊക്കെ സജീവമാണ്. എല്ലാ ജമാഅത്തുകളും ആളൊക്കെ ഇവിടെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ റമദാൻ കഴിഞ്ഞാൽ ഈ തലമുറൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഭീതിയുള്ളത്. അതിനുള്ളൊരു ബോധവൽക്കരണം ഒന്നും കൊടുക്കാറില്ല പള്ളിയിൽ? പണ്ഡിതന്മാർ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രബോധന പരിപാടികൾ, ക്ലാസ്സുകൾ, വയലുകൾ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും റമദാൻ കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് എങ്ങനെ പിടിച്ചെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ചിന്ത. മഹൽ കമ്മിറ്റിക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രാവശ്യത്തെ റംസാൻ ചെയ്യുന്നത്? എങ്ങനെ റിലീഫ് വിതരണം അങ്ങനെ എന്തെങ്കിലും അന്നദാനം? മഹൽ കമ്മിറ്റീൻ്റെ കീഴിൽ റമദാനോടുകൂടി 10-12 ദിവസങ്ങൾ തുടരെയായ നല്ല പ്രഭാഷണ പരിപാടി നടക്കുന്നുണ്ട്. പ്രഗത്ഭരായ കേരളത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ് ഒക്കെ പങ്കെടുക്കുന്നത്. അതിലൊക്കെ ആളുകൾ ആവേശത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മജ്‌ലിസുൻ നൂർ തുടക്കത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. വളരെ ഭംഗിയുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷേ അത് ജനങ്ങൾ ഫലം ചെയ്താൽ ഉപകാരമായിരുന്നു.
ഉണ്ടായിരുന്നു ചെറുപ്പത്തിലുള്ള ഒരു നോമ്പും അവിടുത്തെ ആ ഒരു ആവേശവും പള്ളിയിലേക്ക് പോക്കും ആ ഒരു നോമ്പ് തുറ ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ബാഹ്യമായി വളരെയധികം വ്യതിരിച്ചിട്ടുണ്ട്. ആളുകൾ നോമ്പുകാരും അതുപോലെ തന്നെ വളരെ ആത്മീയതയിലും പള്ളികൾ സജീവമൊക്കെയാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് ആത്മീയത ഇറങ്ങിച്ചെല്ലുന്നുണ്ടോ എന്ന കാര്യത്തിൽ പ്രയാസമുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സയ്യിദ് അലവി ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് മദ്രസ അധ്യാപകൻ. റംസാൻ എങ്ങനെയുണ്ട്? റംസാൻ തരക്കേടില്ല, കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സമയം ഒരുപാട് 14.5 മണിക്കൂറോളം ഇപ്പോൾ നോമ്പിൻ്റെ കാലമാണ്. പക്ഷേ ഈ വർഷക്കാലമായതുകൊണ്ട് ജനങ്ങൾക്ക് അത്ര വലിയ ക്ഷീണമൊന്നും ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നു. മദ്രസ അധ്യാപകനായതുകൊണ്ട് തന്നെ ഇപ്പം റംസാൻ സമയത്തൊക്കെ കുട്ടികൾ കൂടുതലായിട്ട് വരുന്നുണ്ടോ അതോ? റമദാനെ സംബന്ധിച്ച് ഈ മദ്രസ രംഗത്ത് ഇപ്പോൾ പൊതുവെ കുട്ടികൾ കുറവാണ്. പഴയ കാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ മദ്രസയിൽ എത്ര കുട്ടികൾ പഠിച്ചിരുന്നോ അത്രയും കുട്ടികൾ റംസാനിൻ്റെ പ്രത്യേക ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുമായിരുന്നു. ഇപ്പോൾ അതൊരു നാമമാത്രമായിട്ട് വളരെ ചുരുങ്ങിക്കുകയാണ്. ഇപ്പോൾ 500 കുട്ടികൾ പഠിക്കുന്ന മദ്രസ ആണെങ്കിൽ ഒരു 100 കുട്ടികൾ പോലും ഈ റംസാനിക്ക് കഴിയാത്ത ഒരവസ്ഥയാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെയല്ല. ഒരു 400 കുട്ടികൾ മദ്രസയിൽ പഠിക്കണമെങ്കിൽ 350 കുട്ടികളും ആ ഹിസ്ബ് ക്ലാസ്സിന് ഖുർആൻ ക്ലാസ്സിന് താല്പര്യത്തോടെ വരികയും രക്ഷിതാക്കൾ താല്പര്യത്തോടെ അതിൽ പങ്കെടുക്കുകയും പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് അത്ര തന്നെ ആ കാര്യത്തിൽ പഴയ കാലത്തെ ഉന്മേഷം ഇല്ല മദ്രസ രംഗത്ത്, ഖുർആൻ രംഗത്ത്. കാരണം എന്താ തോന്നുന്നത്? ആളുകൾക്ക് സമയമില്ലാത്തതാണ്. എന്താണ് അതിൻ്റെ ഒരു കാരണം? സമയമില്ലാത്തത് മാത്രമല്ല, സമയം ഇപ്പോൾ ആർക്കും ഇപ്പോൾ ഈ കാലത്ത് സമയമില്ല. സമയം ഉണ്ടാക്കിയെടുക്കലാണ്. പക്ഷെ താല്പര്യക്കുറവാണ് കൂടുതലും ഇതിൽ പ്രകടമായി കാണുന്നത്. ഭംഗി വാക്കാണ്, എനിക്ക് ജോലിയുണ്ട്, ക്ലാസ് ഉണ്ട്, മറ്റേ ട്യൂഷൻ ഉണ്ട്, അതൊക്കെ കൊണ്ട് പോകാൻ. പക്ഷെ അതൊന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല അല്ലേ? എവിടേക്കും എത്താത്ത മട്ടാണ്. അതൊക്കെ ഒരു അലങ്കാര വാക്കായിട്ട് ഞാനിങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ പഴയ കാലത്തെ സംബന്ധിച്ച് വിശ്വാസവും ആത്മീയതയും വളരെ കമ്മിയായിട്ടാണ് കുട്ടികളിലൊക്കെ കണ്ടുവരുന്നത്. പഴയ കാലത്ത് ആ താല്പര്യവും ആ ആവേശവും റമദാനിക്ക് ഇല്ല. പക്ഷേ നോമ്പും കെട്ടുള്ള കാര്യങ്ങളും നോമ്പ് ഉറക്കലൊക്കെ പഴയ കാലത്തെക്കാളും വളരെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ആളുകൾ കുറഞ്ഞു തുടങ്ങി അല്ലേ? ക്ലാസ്സുകളിലും അത് തന്നെയാണ് ഗതി. പഴയ കാലത്തൊക്കെ ഇപ്പോൾ ഒരു പാതിര പ്രസംഗങ്ങളൊക്കെ പഴയ കാലത്ത് റമസാനിൽ 10 ദിവസം 15 ദിവസമൊക്കെ നടന്നിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. അതിൻ്റെ ശേഷമൊക്കെ വളരെ മാത്രമായ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ ആരെങ്കിലും വന്ന് പറയാതെ തന്നെ ആർക്കും ഇരിക്കാനും സമയമില്ലാത്തൊരു അവസ്ഥയാണ്. മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. പക്ഷെ മാറ്റം പിറകോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പുരോഗതിയിൽ വരണില്ല. പഴയ കാലത്തെക്കാട്ടൊക്കെ ചെറുപ്പക്കാരും ആളുകളൊക്കെ നോമ്പിൻ്റെ രംഗത്തൊക്കെ വളരെ മുൻപന്തിയിലാണെങ്കിലും കുറേ പിന്നോട്ടാണ് നമ്മൾ ഈ ആത്മീയമായി കാണുന്നത്. മൊത്തത്തിൽ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഇനി അധികം കാലമൊന്നും ലോകമുണ്ടാവില്ല. പല അതിനുള്ള ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പേടിയോ ഈ ഒരു എന്താ പറയുക ഈ ഒരു വേവലാതിയോ ആർക്കും കാണുന്നില്ലല്ലേ ഇനി കുറച്ച് കാലം കൂടി? അതെ, ആ ഒരു ചിന്ത ആർക്കും ഇല്ല. അതൊരു ചിന്ത എന്ന് പറഞ്ഞാൽ മനുഷ്യ ഇപ്പോൾ എപ്പോഴും മരിക്കാൻ തന്നെ പറയാൻ പറ്റും. ഈ മരണത്തെ സംബന്ധിച്ച് തന്നെ മനുഷ്യന് ചിന്ത ഉണ്ടെങ്കിൽ കുറേ ബോധം ഉണ്ടായിരുന്നു ആത്മീയമായിട്ട്. അതുപോലും ഇല്ല. മനുഷ്യൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊക്കെ അത് മരിച്ചെന്ന് വരും. പക്ഷേ ഇതും കൂടി ഇല്ല. പിന്നെ എങ്ങനെ ഖിയാമത്ത് നാളെ സംബന്ധിച്ച് ചിന്തിക്കണം? ഞാൻ ഇന്ന് മരിക്കും അല്ലെങ്കിൽ നാളെ മരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് മരണം സംഭവിച്ചേക്കാം എന്നുള്ളൊരു ബോധം പോലും മനുഷ്യനില്ല. പിന്നെന്താ വരാനിരിക്കുന്ന അവസാന നാളെ സംബന്ധിച്ച് എന്താ പറയുള്ളത്, ചിന്തിക്കാനുള്ളതൊന്നുമില്ല ജനങ്ങൾക്ക്. അതൊരു പ്രശ്നമല്ല എന്ത് തന്നെ വന്നാലും. നമ്മളിതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു ചോദ്യമുണ്ട്, ഒരു ഇസ്ലാമിക് ചോദ്യമാണ്. അപ്പോൾ അതിന് സമ്മാനം ഉണ്ട്. ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ്, കുറ്റുപാറയുള്ള ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ് നൽകുന്നൊരു സമ്മാനമാണ്. അപ്പോൾ ചോദ്യം ഇത്രയോ ചെറിയ ചോദ്യമാണ്. ആരുടെ ഭരണകാലത്താണ് ജുമയ്ക്ക് 2 വാങ്കുകൾ നിർബന്ധമാക്കപ്പെട്ടത്? ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത്. അതെ ഉസ്താദ്, അതെ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ജുമാക്ക് 2 ബാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ തോറ്റന്നിരിക്കുകയാണ്. ഒന്നാലും സമ്മാനമുണ്ട്, ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ഇനി എന്താണ് നമ്മുടെ മലബാർ ടൈംസിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താണ് ഈ നോമ്പ് കാലത്ത്? നോമ്പ് കാലത്ത് പ്രേക്ഷകരോട് ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയില്ല. നമുക്ക് സാമൂഹികമായി ജനങ്ങൾ ഈ നോമ്പ് നിസ്കാരം അതുപോലത്തെ കാര്യങ്ങളിൽ എല്ലാ മതങ്ങളിലും അവർ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു സന്ദേശം നൽകിയതാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ശരി, മുസ്ലിമീങ്ങളിലും എല്ലാ മതക്കാർക്കുണ്ടല്ലോ അവരുടേതായ ഒരു മതാചാരം. ആ മതാചാര പ്രകാരം ഇന്ന് മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ലോകത്ത് ഒരു കുഴപ്പമൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എല്ലാ മതവും ശാന്തിയും സമാധാനവും
ഉദ്ഘോഷിക്കുന്ന മതങ്ങളാണ്. ഏത് മതക്കാരനാണെങ്കിലും മതക്കാരൻ അവൻ്റെ മതത്തെ ചിട്ട അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ വളരെ ശാന്തിയും സമാധാനം മനുഷ്യനും ലോകത്തും ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ ചാനൽ രംഗത്താണ് ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം റമദാൻ നല്ല ആത്മീയ പരിപാടി നടക്കുന്നുണ്ടെങ്കിലും വൈകുന്നേര സമയത്ത് ഈ തറാവീഹ് സമയത്താണ് കൂടുതൽ പ്രഭാഷണം നടത്തുന്നത്. അത് ഈ മതരംഗത്തുള്ളൊരു ചൂഷണമാണോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. ആയതുകൊണ്ട് ആ സമയം തറാവീഹ് ജനങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സമയം ദയവ് ചെയ്ത് ചാനലുകാർ ആ സമയം ഒരു 10 മണി വരെ അതിൽ നിന്ന് മാറി നിൽക്കുകയും പകൽ സമയങ്ങൾ എത്ര ആത്മീയ പരിപാടി നടത്തിയാൽ അത് അഭിനന്ദനമാണ് എന്ന് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് അത് കാണാണ്ടിരുന്നാൽ മതി. നമ്മളങ്ങനെ ഏത് ചാനലാണെങ്കിലും അത് രാത്രി അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കുക. ചാനലിൽ എന്തും ആയിക്കോട്ടെ, പല ചാനലിലും പല സംഭവങ്ങളും കാണിക്കും. നല്ലത് മാത്രം നല്ല സമയത്ത് നമ്മൾ കാണാം, അതാണ് ഏറ്റവും നല്ലത്. എന്തായാലും വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.